ദൈവത്തിൻ്റെ തേജസ് വാരിച്ചുറ്റി ചില ഭക്തന്മാർ പഴയ നിയമ യുഗത്തിലുണ്ടായിരുന്നു. ഇവർ ദൈവത്തിൻ്റെ തേജസ്സുള്ളവരായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായിരുന്നു നിരന്തരം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് സീനായ് പർവ്വതത്തിൻ്റെ താഴെ എത്തിയപ്പോൾ പടനായകനായ മോശയോട് ദൈവം അരുളി ചെയ്തു, മോശെ, നീ സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറണം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, നീ കയറണം. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനായിരുന്ന മോശ സീനായ് പർവ്വതത്തിലേക്ക് കയറുകയാണ്. ഒരു സാധാരണ മനുഷ്യനായി തന്നെയാണ് ഈ മനുഷ്യൻ കയറുന്നത്. എന്നാൽ കയറി മലമുകളിൽ കയറി അവിടെ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇറങ്ങി വാഴുന്നൊരു സ്ഥലം. സാധാരണ മനുഷ്യനായ ഇവന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിരുന്നു. ഒന്നല്ല രണ്ടല്ല, 40 ദിവസം, നീണ്ട 40 ദിവസം അവൻ ദൈവസന്നിധിയിൽ ഉറച്ചു ഇരിപ്പാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ തേജസ് അവനെ വാരി ചുറ്റാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ഇവൻ നിറയാൻ തുടങ്ങി. സാധാരണ മനുഷ്യൻ കാണാത്ത ചില കാഴ്ചകൾ ഇവൻ കാണാൻ തുടങ്ങി. ദൈവം ഇവനോട് സംസാരിക്കാൻ തുടങ്ങി. ഇവനോട് ചില കൽപ്പനകൾ ദൈവം കൊടുക്കാൻ തുടങ്ങി, ചില നിയമങ്ങൾ ദൈവം കൊടുക്കാൻ തുടങ്ങി. ആർക്കും അനുഭവിക്കാത്ത തലത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ നിയോഗം ഇവനിൽ നിറയാൻ തുടങ്ങി. നോക്കണം, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നവന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നാം ലോകത്തിൽ നിന്ന് അല്പം മാറി ദൈവത്തിന് വേണ്ടി അല്പം സമയം കൊടുക്കുന്നുവെങ്കിൽ നിന്നെയും ദൈവത്തിൻ്റെ തേജസ് വാരി ചുറ്റാൻ തുടങ്ങും. എപ്പോഴും ലോകത്തിൻ്റെ ഇമ്പത്തിൽ നടക്കുവാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്പം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ നീ ലോകത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പനേരം ഇരിക്കണം. ഈ മനുഷ്യൻ ഇരുന്ന് 40 ദിവസമാണ്. ഇരിക്കാൻ 2 ദിവസം പറ്റുമോ, 3 ദിവസം പറ്റുമോ? അല്ല, നിന്റെ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നിനക്ക് പറ്റുമോ? ഈ ലോകത്തിൽ ലോകപരമായ ജീവിതം നയിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തേജസ് നിന്നെ പിന്തുടരണം. നിന്റെ വാക്കുകൾ, നിന്റേതായ കാഴ്ചകൾ, നിന്റെ പ്രവർത്തികളെല്ലാം ദൈവത്തിന് അനുകൂലമായ പ്രവർത്തികളും ദൈവത്തിന് അനുകൂലമായ കാഴ്ചകളും വർത്തമാനങ്ങളുമായിരിക്കണം. അവിടെയാണ് നിന്നെ ദൈവത്തിൻ്റെ തേജസ് വാരി ചുറ്റാൻ തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവ് നിന്നിൽ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അവിടെ നിനക്ക് വിടുതല. അവിടെ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. 40 ദിവസത്തിന് ശേഷം ഈ മനുഷ്യൻ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇവന്റെ ത്വക്ക് മുതൽ ഇവന്റെ വർത്തമാനങ്ങളും എല്ലാം ദൈവത്തിൻ്റെ തേജസ്സിലായിരുന്നു. ഇവന്റെ മുഖം ദർശിക്കാൻ കഴിയാതെ വണ്ണം ഇസ്രായേൽ മക്കൾ ഇവന്റെ കണ്ണുകളിലേക്ക് നോക്കാതെ വണ്ണം, ഇവന്റെ മുഖത്തിലേക്ക് നോക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾ മാറി നിന്നു കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞിരിക്കുന്ന മനുഷ്യൻ മൂടുപടമിട്ടാണ് ഈ മനുഷ്യൻ ഇറങ്ങി വന്നത്. ഇവൻ ഇസ്രായേൽ മക്കളിൽ കണ്ട പാപങ്ങൾ വിളിച്ചു പറഞ്ഞു. അതുവരെ ഇവന് കാണാൻ പറ്റില്ല. തേജസ് നിറഞ്ഞപ്പോൾ പാപങ്ങൾ വെളിവായി. ദൈവമക്കളെ ഓർക്കണം, ദൈവ തേജസ് നിറയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇവൻ സാധാരണ തലത്തിൽ നിന്ന് അസാധാരണ തലത്തിലേക്ക് മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവാഞ്ചലിസ്റ്റ് പ്രേംജിത്ത് ജോൺ നിലമ്പൂർ.